എന്റെ പോലെ പോലെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആരാ? എന്താ ഡോക്ടർ? രക്തം ഒരുപാട് പോയിട്ടുണ്ട്. ഉടനെ സർജറി വേണം. ആരാ വൈഫ്? ഇതാ ഞാനാ ഡോക്ടർ. ഈ പേപ്പേഴ്സിലൊക്കെ ഒന്ന് സൈൻ ചെയ്യണം കേട്ടോ. ഒപ്പിടുമോളെ. 4-5 യൂണിറ്റ് ബ്ലഡ് വേണം കേട്ടോ. അതൊന്ന് അറേഞ്ച് ചെയ്തേക്കെ. ശരി ഡോക്ടർ. ഓക്കെ ബാലു വാ. ആളവിടെ അകത്തുണ്ട് സാർ. എപ്പോഴാ സംഭവം നടന്നത്? അല്പം മുമ്പാണ് സാർ. സാർ ആ കത്തി എവിടെ? അവിടെയുണ്ട് സാർ. സാർ കൊണ്ടുപോടോ. ഇയാളെ തന്നെയാണ് കുത്തിന്ന് ഉറപ്പാണോ? അതെ സാർ. സാർ പക്ഷെ ആ സമയത്ത് കറണ്ട് പോയായിരുന്നു. ആ ഇരുട്ടിലാ കുത്തിയത്. പക്ഷേ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു. അപ്പോ കത്തി എസ് കെയുടെ കയ്യിൽ തന്നെയായിരുന്നു സാർ. എസ് കെ തന്നെയാ സാർ കുത്തിയത്. പ്രതിക്ക് അയാളുടെ പ്രത്യേകിച്ച് വല്ല വിരോധം ഉണ്ടായിരുന്നോ? ഇല്ല സാർ. അല്ല സാർ, ഉണ്ടായിരുന്നു. എന്ത് വിരോധം? അത് പിന്നെ രാവിലെ DK SK ഒന്ന് തല്ലിയായിരുന്നു. അതുകൊണ്ട് ആ വിരോധം കൊണ്ട് കുത്തിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? സാർ SK അത് ചെയ്യില്ല. രാവിലത്തെ പ്രശ്നമൊക്കെ അവര് തന്നെ പറഞ്ഞു തീർത്തതാ. പിന്നെ ഫംഗ്ഷനിൽ SK വളരെ സന്തോഷത്തോടെ പങ്കെടുത്തത്. അത് അയാളുടെ അഭിനയമായിരുന്നെങ്കിലോ?
അങ്ങനെ സംഭവിച്ചൂടെ? സത്യം എന്താണെന്ന് ഞങ്ങൾ അവനെ കൊണ്ട് പറയിച്ചുള്ള. ആ ഫയൽ എടുത്തേ. ഹൗ ഈസ് ഹി? സർ, മുറിവ് നല്ല ആഴത്തിലാണ്. ആ നെഫ്രോളജിസ്റ്റിനോടൊന്ന് വരാൻ പറ, എമർജൻസിയാ. പിന്നെ ആ മൂർത്തി സാറിനോട്. ശരി ഡോക്ടർ. ശരി, ഓക്കെ ഓക്കെ. എന്തായി? ആ, ബ്ലഡിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ആളെത്തിക്കോളും. ഫാർമസിയിൽ നീ മരുന്ന് വാങ്ങണം. ശരി, ഈ ബില്ലും അടയ്ക്കണം. ഇതൊന്ന് വാങ്ങിട്ട് വരാം. ഡോക്ടറെ, എന്താ എന്റെ ഫോൺ? സർജറി ഒന്ന് കഴിയട്ടെ, ടെൻഷൻ ഒന്നും ആവണ്ട. ഡോക്ടർ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിച്ചു. അത് ശരി. അപ്പൊ DK കുത്തേറ്റതിൽ മായച്ചക്ക് ഇത്ര സന്തോഷോ? ഏയ് ഇല്ലില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇത്രയും സന്തോഷത്തോടെ മായച്ചെ ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടേയില്ല. DK കുത്തേറ്റ ആശുപത്രിയിലായപ്പോഴാണല്ലോ ഈ വെടിയും പക്ഷിയും ഒക്കെ വന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ സന്തോഷിച്ചതിന്റെ കാരണം അതൊന്നും അല്ലടി പൊട്ടി. പിന്നെ നമുക്ക് വലിയ ഭീഷണിയായിട്ട് ഈ വീട്ടിലുണ്ടായിരുന്നത് ആരാ? അത് SK തന്നെ. അല്ലാതാരാ? ആണല്ലോ. ആ അതെ. ആ SK ഇപ്പൊ എവിടെയാ? പോലീസ് കസ്റ്റഡിയിലല്ലേ? ഭ്രാന്ത് മൂത്ത SK വൈരാഗ്യം കൊണ്ട് DK കുത്തി. അപ്പോ SK പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇനി എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഭ്രാന്താശുപത്രിയിലേക്ക് തന്നെ. അപ്പൊ അത് നമുക്ക് സന്തോഷമുള്ള കാര്യല്ലേ? അതൊക്കെ ശരി തന്നെയാ. അതാണ് ഒന്നാമത്തെ പക്ഷി. അപ്പോ രണ്ടാമത്തെ പക്ഷിയോ? ജ്യോതി തന്നെ. അവളുടെ കാർമ്മികത്വത്തിലാണല്ലോ SK ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇതോടെ അവളുടെ ഏട്ടത്തിയമ്മ ചമയല് അങ്ങ് അവസാനിച്ചു. ഇത്രയും പോരേടി നമുക്ക് സന്തോഷിക്കാൻ. മായച്ചി പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷേ DKയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. DKയുടെ അവസ്ഥയെക്കുറിച്ചോർത്ത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈ സന്തോഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ഗോകുൽ വിളിക്കുന്നു. ഹലോ ഗോകുൽ, എന്തായി? സർജറി നടക്കുന്നേ ഉള്ളൂ. 50-50 ചാൻസ് ആണെന്നാ ഡോക്ടർ പറയുന്നത്. ഈശ്വര, അമ്മ എവിടെ ഗോകുൽ? അമ്മ ഇവിടെ തന്നെയുണ്ട്. SK എവിടെ? SK പോലീസ് കൊണ്ടുപോയി. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടെ പോലീസ് വന്നു. എന്താ SK പോലീസ് കൊണ്ടുപോയെന്ന്? തൽക്കാലം ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട. ആ എന്നാ ശരി, നീ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി. എന്താടി ഗൂഗിൾ എന്താ പറയുന്നത്? 50-50 ചാൻസ് എന്നാ പറഞ്ഞത്. അതോർത്ത് വിഷമിക്കണ്ട.
മുറിച്ചിട്ടാലും മുറി കൂടി തിരിച്ചു വരുന്ന ഇനമാണ് DK. ഒരു കുഴപ്പവും സംഭവിക്കാതെ DK തിരിച്ചു വരും. അങ്ങനെ കൊട്ടിഘോഷിച്ച് നടത്തിയ വെഡിങ് ആനിവേഴ്സറി ജ്യോതിയുടെ അടിത്തറ ഇളക്കി. ഇതിൽ പര ഒരു ആനന്ദം വേറെ എന്തുണ്ട്? എനിക്കിപ്പോ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലടി. കൊള്ളാം, രണ്ടുപേരും കൂടെ ഇവിടെ ആഘോഷിക്കല്ലേ? ഒരാള് ചാകാൻ കിടക്കുമ്പോ തന്നെ വേണോ നിങ്ങളുടെ ഈ സന്തോഷിക്കല്? സന്തോഷിച്ചെന്നോ? ആര്? ഞങ്ങളോ? ദൈവദോഷം പറയല്ലേ ചിത്ര? ദുഃഖം അടക്കാൻ വയ്യാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണോ ചിത്ര നീ ഇങ്ങനെ കുത്തുവാക്ക് പറയുന്നത്? ആശുപത്രിയിലെ ഗോകുലിനെ വിളിച്ച് ഇപ്പൊ വിവരം അന്വേഷിച്ചതേ ഉള്ളൂ ഞങ്ങൾ. എന്നിട്ട് എന്ത് പറഞ്ഞു നിങ്ങളുടെ ഗോകുലേട്ടൻ? 50-50 ചാൻസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് കേട്ടപ്പോ നെഞ്ചു തകർന്നു പോയി ചിത്ര. എന്നിട്ട് നിങ്ങൾ ചിരിക്കുന്ന ശബ്ദമാണല്ലോ ഞാൻ ഇവിടെ കേട്ടത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ചിത്രേ. ഞങ്ങള് ശരിക്കും സങ്കടത്തിലായിരുന്നു. ഓ, ജ്യോതിയുടെ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. അവള് കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചെന്ന് ഓർത്തപ്പോ സഹിച്ചില്ല ചിത്രേ. ആ SKയുടെ അവസ്ഥ ഇപ്പോ എന്തായി കാണുമോ എന്തോ. പാപത്തിന് പോലീസുകാര് തല്ലിക്കൊല്ലാതിരുന്നാ മതിയായിരുന്നു. പാവം DK ഒരാപത്തും കൂടാതെ ഞങ്ങളുടെ അമ്മായി അച്ഛനെ തിരിച്ചു തരണേ ഭഗവാനെ. താരെ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോയാലോ? അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി അധികം അഭിനയിച്ച് വഷളാക്കണ്ട. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം രണ്ടുപേരുടെ മുഖത്തെനിക്ക് കാണാം. എന്തായാലും DK കുത്താൻ SKക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. നിന്റെ ഏട്ടൻ പോലീസല്ലേ, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ. എന്റെ ഏട്ടൻ അന്വേഷിച്ചാ ഇതിന് ഒരു തെളിവും കിട്ടില്ല. ഞാൻ കമ്മീഷണറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചെയ്തത് SK തന്നെയാ, അല്ലേ താരെ? അതെ അതെ, രാവിലെ DK തല്ലിയതിന്റെ പ്രതികാരം തീർത്തതായിരിക്കും. ഇത് SK തന്നെയാ. എന്തായാലും SK പോലീസ് കസ്റ്റഡിയിലായല്ലോ. ആരാണിത് ചെയ്തതെന്ന് കാലം തെളിയിക്കും. അപ്പൊ നേരത്തെ ചിരിച്ചു പോലുള്ള ചിരി നിങ്ങളുടെ മുഖത്തുണ്ടാവില്ല. പിന്നെ ഇതിന്റെ പേരില് SKയും ജ്യോതിയെയും അമരാവതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിങ്ങളുടെ ഗൂഢാലോചന അത് നടക്കില്ല. കാരണം സത്യം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും DKക്ക് മനസ്സിലാവും. അങ്ങനെ രാമലക്ഷ്മണന്മാർ കടപുഴകി വീണു. ഒരുത്തൻ മരണശയ്യയിൽ, മറ്റൊരുത്തൻ നരകത്തിന്റെ കാവൽക്കാരന്റെ കസ്റ്റഡിയിൽ.
അവിനാഷ്, ആ SK ഇനി അവിടെ നിന്ന് നേരെ ഭ്രാന്താശുപത്രിയിലേക്കാണ് പോകേണ്ടത്. എത്രയും വേഗം അതിനുള്ള ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഞാൻ ഏറ്റു മാഡം. പക്ഷേ അതിനു മുൻപ് എനിക്ക് അവനോട് ചില കണക്കുകൾ തീർക്കാനുണ്ട്. എന്റെ അരിശം തീരുന്നതുവരെ അവനെ തല്ലി മെതിക്കണം എനിക്ക്. എന്റെ ബൂട്ടിനടിയിൽ ഞെരിഞ്ഞമരുന്ന അവന്റെ നിലവിളി എനിക്ക് കേൾക്കണം. മണ്ടത്തരം പറയില്ലേ അവിനാഷ്? നേരിട്ട് നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുത്. പിന്നെ എന്നോട് ചെയ്തതൊക്കെ ഞാൻ മറക്കണമെന്നാണോ പറയുന്നത്? ശ്ശേ, അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോഴും കളത്തിന് പുറത്ത് നിങ്ങളുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. വിശ്വസ്തരായ വല്ല പോലീസുകാരെ ഉപയോഗിച്ചാൽ മതി. ലോകപ്പിനുള്ളിൽ അവൻ തളർന്നു വീഴുമ്പോ രക്ഷകനായി നിങ്ങൾ അവന്റെ മുന്നിൽ അവതരിക്കണം. അവനെ രക്ഷിക്കാമെന്ന് വാക്കു കൊടുക്കണം. നയത്തിൽ DKയെ കൊല്ലാൻ ശ്രമിച്ചത് അവനാണെന്ന് സമ്മതിപ്പിക്കണം. ഭ്രാന്തനായിരുന്നു എന്ന് മജിസ്ട്രേറ്റിനെ വിശ്വസിപ്പിക്കണം. അവന് ജാമ്യം കിട്ടാനുള്ള ഒരു പഴുതും ഉണ്ടാവരുത്. പോലീസ് കാവലിൽ അവിടെ നിന്ന് നേരെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കണം. അവനെ തിരിച്ച് ഭ്രാന്താശുപത്രിയിൽ എത്തിക്കാന്നുള്ള വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇപ്പോ അവൻ എന്റെ ലോക്കപ്പില്ല. അതിനകത്ത് എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ജാതകം ഞാൻ തിരുത്തി എഴുതും. എന്റെ മോൾക്ക് അവനെ ഭയക്കാതെ ജീവിക്കണം. ഒരിക്കൽ ഇതുപോലൊന്ന് സംഭവിച്ചതാ. അന്ന് ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. പക്ഷേ ഇത്തവണ അതുണ്ടാവരുത്. ഭ്രാന്താശുപത്രിയിൽ അവനെ തിരികെ എത്തിച്ച് ചികിത്സിപ്പിക്കാനുള്ള ഉത്തരവ് വാങ്ങിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഹലോ ഡോക്ടർ, എന്തായി? എനി ചാൻസ്? ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഐ വിൽ കോൾ യു ബാക്ക്. എന്തായി? ഒരു നല്ല വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാമോ? 50-50 ചാൻസ് ആണ് മാഡം. സർജറി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തും സംഭവിക്കാം. DKയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ SK അവനെ ഒഴിവാക്കിയേ പറ്റൂ. ധൈര്യമായിട്ടിരിക്കും മാഡം. ഒന്നെങ്കിൽ ഭ്രാന്താശുപത്രിയില്, അല്ലെങ്കിൽ ജയിലില്. അതിലൊന്നിലായിരിക്കും ഇനി അവന്റെ ശിഷ്ടകാല ജീവിതം. എനിക്കെല്ലാം എന്റെ മകളാ. അവളുടെ ജീവിതത്തിൽ പടർന്നു കയറിയ ക്യാൻസറാണവൻ. ഒരിക്കൽ ഞാൻ അവനെ വെട്ടിയെറിഞ്ഞതാ. ഇപ്പൊ എന്റെ മകളെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കുക. അപ്പോഴാ വീണ്ടും അവന്റെ രണ്ടാം വരവ്. ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കില്ല.